ഹലോ ഗൈസ്, വെൽക്കം ടു ക്വസ്റ്റ്യൻ ടൈംസ്. അപ്പോൾ നമ്മൾ വന്ന് ഈ മോൺസ്റ്റർ വേഴ്സിലുള്ള ഓരോ ടൈറ്റൻസിനെ പറ്റി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആൾറെഡി സ്കാർക്കിങ്, ഷീമോ ആൻഡ് നമ്മൾ മോത്ര, ഇങ്ങനെയുള്ള ഓരോ ടൈറ്റൻസിനെ പറ്റി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ടൈമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കുക. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു മോൺസ്റ്റർ വേഴ്സിൽ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈറ്റൻ ആയിട്ടുള്ള നമ്മുടെ ഗോഡ്സിലെ പറ്റിയാണ് നോക്കാൻ പോകുന്നത്. സോ ഗോഡ്സിലയുടെ പവേഴ്സ്, എബിലിറ്റീസ് എല്ലാം നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. സോ ആർക്കൊക്കെ ഗോഡ്സിലെ ഇഷ്ടമെന്ന് കമൻറ്റ് പറഞ്ഞേക്കെ. എനിക്കും ഗോഡ്സിലാണ് ഇഷ്ടം, ഞാനൊരു ഗോഡ്സിലെ ഫാനാണ്. സോ അപ്പം നേരെ വീഡിയോട്ട് കിടക്കാം. ഗോഡ്സില, ആൾസോ നോൺ ആസ് കിങ് ഓഫ് ദ മോൺസ്റ്റേഴ്സ് എന്ന് നമ്മൾ ഗോഡ്സില പറയും. അതായത് ഇപ്പം എല്ലാ ടൈറ്റൻസിൻ്റെയും ഒരു കിങ് എന്ന് പറയുന്നത് ഗോഡ്സിലയാണ്. ഇതിനു മുമ്പേ കിഡോറയാണ് ഇരുന്നിരുന്നത്, ബട്ട് ഇനി ഗോഡ്സിലയാണ് കിങ് ഓഫ് ദ മോൺസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. സോ അതായത് ഗോഡ്സിലയിലെ കൺട്രോളിലാണ് എല്ലാ ടൈറ്റൻസും ഉള്ളത്. ചില ടൈറ്റൻസ് ഗോഡ്സിലയുടെ കമാൻഡ് അനുസരിക്കില്ല. അതായത് നമ്മുടെ കോങ്, ഷീമോ, സ്കാർക്കിങ് ഇങ്ങനെയുള്ള ടൈറ്റൻസ് ഗോഡ്സിലയുടെ കമാൻഡ് അനുസരിക്കേണ്ട ആവശ്യമില്ല. ബട്ട് ബാക്കിയുള്ള ടൈറ്റൻസൊക്കെ ഗോഡ്സില പറയാൻ അനുസരിക്കും. അതായത് ഇപ്പം ഗോഡ്സില വന്ന് കിങ് ഓഫ് ദ മോൺസ്റ്റേഴ്സ് മൂവിയിലാണെങ്കിൽ ഓരോ ടൈറ്റൻസിനെ ആണെങ്കിൽ ഓരോരോ അടുത്തായിട്ട് പറഞ്ഞയച്ചിട്ടുണ്ട്. സോ ഇനിയിപ്പോൾ ഗോഡ്സിലേക്ക് ഒരു ആവശ്യം വരെയാണെങ്കിൽ ടൈറ്റൻസിനെ വിളിച്ച് അവർ ഓടിയെത്തും. കാരണം അവരെ കിങ് ആണല്ലോ ഗോഡ്സില. അപ്പം എല്ലാ ടൈറ്റൻസിൻ്റെ ഒരു കിങ്ങും കൂടെയാണ് നമ്മുടെ ഗോഡ്സില എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ഗോഡ്സില എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ ഒറിജിനൽ നെയിം ജാപ്പനീസ് പ്രകാരം എന്താണെന്ന് വെച്ചാൽ ഗൊജീറ എന്നാണ് യഥാർത്ഥ പേര്. ബട്ട് എനിക്ക് വന്ന് ഗോഡ്സില എന്ന പേര് തന്നെ കൊള്ളാൻ തോന്നുന്നത്. സോ നിങ്ങൾക്ക് ഏത് പേര് കൊള്ളാൻ തോന്നുന്നു? ഗൊജീറ കൊള്ളാമോ, ഗോഡ്സില കൊള്ളാമോ? കമൻറ്റ് പറഞ്ഞേക്കാം. സോ അപ്പോൾ ഈ ഒരു ഗോഡ്സിലയുടെ ഓറിജിൻ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആക്ച്വലി ഗോഡ്സിലേക്ക് വന്ന് പല ഓറിജിൻസൊക്കെ പറയുന്നുണ്ട്. അതായത് പഴയ ഗോഡ്സിലയുടെ മൂവീസിലൊക്കെ വേറെ വേറെ ഓറിജിൻസൊക്കെ പറയുന്നുണ്ട്. ബട്ട് നമ്മൾ നോക്കുന്നത് മോൺസ്റ്റർ വേഴ്സിലുള്ള ഗോഡ്സിലയാണ്. അപ്പം ഇതിലെന്താ പറയാനുണ്ടെന്ന് വെച്ചാൽ ഈ ഒരു പലായിരം വർഷങ്ങൾക്ക് മുമ്പ് ഈ ടൈറ്റൻസൊക്കെ നമ്മുടെ വേൾഡിനെ റൂൾ ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു. അതായത് ഓരോരോ ഇടങ്ങളിലായിട്ട് ഓരോ ടൈറ്റൻസാണ് റൂൾ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഒരിടത്ത് കിഡോറ റൂൾ ചെയ്യുന്നെങ്കിൽ ഒരിടത്ത് നമ്മുടെ ഗോഡ്സില റൂൾ ചെയ്യും, അങ്ങനെയൊക്കെ ആയിരുന്നു. ഓക്കെ, സോ അപ്പം ഇവരൊക്കെ അങ്ങനെ റൂൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അതിൻ്റെ ഇടയിൽ എന്താ പറയുക, ഒരു ടൈറ്റൻ വാർ ഒക്കെ നടന്നിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. സോ ഗോഡ്സിലയുടെ ആ ഒരു ഇനത്തിൽ തന്നെ ലാസ്റ്റത്തെ ഒരു ഗോഡ്സില എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പം കാണുന്ന ഗോഡ്സിലയാണ്. സോ ഒരു ഗ്രേറ്റ് ടൈറ്റൻ വാർ എൻ്റെ ഇടയിൽ നടന്നിട്ടുണ്ട്. അതായത് ആ ഗ്രേറ്റ് ടൈറ്റൻ വാർ എന്ന് പറയുന്നത് ഈ ഗോഡ്സിലയുടെ ഇനവും നമ്മുടെ കോങ്ങിൻ്റെ ഇനവും ഇവർക്കിടയിൽ നടന്നൊരു വലിയൊരു വാറാണ് ആ ഗ്രേറ്റ് ടൈറ്റൻ വാർ എന്നാണ് പറയുന്നത്. സോ ആ ഒരു ടൈറ്റൻ വാറിലാണ് നമ്മുടെ ഗോഡ്സിലയുടെ ഇനം വന്ന് കംപ്ലീറ്റ് ആയിട്ട് നശിച്ചത് എന്നാണ് പറയുന്നത്. അതും ആ ഒരു ഇനത്തിൽ നിന്ന് എങ്ങനെയോ രക്ഷപ്പെട്ട ഒരു ഗോഡ്സിലയാണ് നമ്മളിപ്പം കാണുന്ന ഗോഡ്സില. അത് മാത്രമല്ല ആ ഒരു എയ്പ്സ് കോങ്ങിൻ്റെ ഇനവും കംപ്ലീറ്റ് ആയിട്ട് നശിച്ചിട്ടുണ്ട്. അതിന് കുറച്ച് കോങ്സൊക്കെയാണ് രക്ഷപ്പെട്ട് മറ്റേ സ്കൾ ഐലൻഡിലൊക്കെ പോയത്. അതൊക്കെ നമുക്ക് കോങ്ങിൻ്റെ വീഡിയോയിൽ നോക്കാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഗോഡ്സിലയുടെ ഒരു ഓറിജിൻ എന്നൊക്കെ പറയുന്നത്. ഓഫ് കോഴ്സ് ഗോഡ്സിലയുടെ ഓറിജിൻ എന്ന് പറയുന്നത് അത്ര ഭയങ്കര ഓറിജിനൊന്നും അല്ല, ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഓറിജിനൊക്കെയാണ് ഗോഡ്സിലയുടേത്. അപ്പോൾ ഈ ഒരു ഗോഡ്സില എന്ന ഈ ഒരു ടൈറ്റൻ എന്താണ് ശരിക്കും ചെയ്യുന്നതെന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഗോഡ്സില വന്ന് ഒരു ബാലൻസിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ഒരു ടൈറ്റനാണ്. ഇപ്പോൾ ഓരോ ടൈറ്റൻസിനും ഓരോരോ ലക്ഷ്യങ്ങളുണ്ടാവും. ഓക്കെ, ബട്ട് നമ്മുടെ ഗോഡ്സിലയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ലോകത്തിൻ്റെ ബാലൻസ് ആണ്. അതായത് നേച്ചറാണ് ഗോഡ്സിലയുടെ ടാർഗറ്റ്. ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം ഇൻബാലൻസ് ആയിട്ട് നടക്കുകയാണെങ്കിൽ ഗോഡ്സില ഉടനെ വന്ന് ആ ഒരു കാര്യം ഫിക്സ് ചെയ്യാൻ നോക്കും. അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു ടൈറ്റൻ വന്ന് നമ്മുടെ വേൾഡിനെ റൂൾ ചെയ്യാൻ നോക്കുകയാണെങ്കിലോ എന്തെങ്കിലുമൊക്കെ അറ്റാക്സ് ചെയ്യുകയാണെങ്കിലോ ഉടനെ ഗോഡ്സില അവിടെ പറന്നെത്തും, ആ ടൈറ്റനെ ഫിനിഷും ചെയ്യും. ഓക്കെ, ഇതാണ് ഗോഡ്സിലയുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. അതായത് ബാലൻസ് ആണ് ഗോഡ്സിലയുടെ ടാർഗറ്റ്. ബാലൻസിന് വേണ്ടി ഗോഡ്സില എന്തും ചെയ്യും. അല്ലാതെ ഈ മനുഷ്യരെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നൊന്നും ഗോഡ്സിലേക്കില്ല. ഓക്കെ, സോ ബാലൻസിന് വേണ്ടിയാണ് ഗോഡ്സില ഫൈറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഇടയിൽ ഈ മനുഷ്യരെ ഗോഡ്സില അറിയാതെ അങ്ങോട്ട് സേവ് ചെയ്യും. ഇതാണ് നടക്കുന്നത്. അല്ലാതെ മനുഷ്യരെ പോയി ഗോഡ്സില അങ്ങനെ അറ്റാക്കൊന്നും ചെയ്യില്ല. അതിനുള്ള താല്പര്യമൊന്നും ഗോഡ്സിലേക്കില്ല. ഗോഡ്സിലേക്ക് ബാലൻസ് മാത്രമാണ് താല്പര്യം. അതിനുവേണ്ടി ഗോഡ്സില എന്ത് ചെയ്യും? ഇപ്പം മനുഷ്യരെ തന്നെ ഇപ്പം ഇംബാലൻസ് ആയിട്ട് എന്തെങ്കിലും ചെയ്താൽ ഗോഡ്സില മനുഷ്യരെയും കൊല്ലും. ഓക്കെ, സോ അങ്ങനത്തെ ഒരു ടൈറ്റനാണ് ഗോഡ്സില. ഇത് മാത്രമല്ല നമ്മുടെ ഗോഡ്സില വന്ന് ഒരുമാതിരിപ്പെട്ട എല്ലാ ടൈറ്റൻസിനും പേടിയാണ്. ഗോഡ്സില പറഞ്ഞെന്ന് കേട്ട എല്ലാ ടൈറ്റൻസും ഒന്ന് പേടിക്കും, അതാണ് സത്യം. അതിപ്പോൾ എത്ര വലിയ ധൈര്യശാലിയായിട്ടുള്ള ടൈറ്റൻ ആയാലെങ്കിലും ഗോഡ്സില കണ്ട് ഒന്ന് പേടിക്കും. അതിപ്പോൾ ഷീമോ ആയിരുന്നാലും സ്കാർക്കിങ് ആയാലും ആരായാലും, ഇപ്പോൾ കോങ് ആയാലും ഗോഡ്സില കണ്ട ഒന്ന് പേടിച്ചിരിക്കും. അതാണ് ഗോഡ്സിലയുടെ പവർ എന്ന് വെച്ചാൽ. അപ്പോൾ ഈ ഗോഡ്സില തന്നെ ഈ ഒരു ടൈറ്റൻ്റെ പവേഴ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് പവേഴ്സ് ഗോഡ്സിലേക്കുണ്ട്. അതിപ്പം ഗോഡ്സിലേക്ക് വന്ന് പല വെർഷൻസും ഉണ്ട്. അതായത് ഇപ്പം എർത്ത് ഗോഡ്സില അങ്ങനെ കുറേ ഒക്കെ ഉണ്ട്. ഓക്കെ, അത് മാത്രമല്ല ഇപ്പം വരാൻ പോകണ ഗോഡ്സില എക്സ് കോങ് ന്യൂ എംപയറിൽ നമ്മുടെ ഗോഡ്സിലേക്ക് നിറയെ വെർഷൻസ് കൊടുക്കാൻ പോവുകയാണെന്ന് പറയുന്നത് ട്രെയിലർ നമ്മൾ കണ്ടിട്ടുണ്ട്. മറ്റേ ഇവോൾവ് ആയ പിങ്ക് ഗോഡ്സില. സോ ആ ഇവോൾവ് ആയ പിങ്ക് ഗോഡ്സിലേക്ക് എന്തൊക്കെ പവേഴ്സ് ഉണ്ട് നമ്മൾ മൂവി കണ്ടാൽ അറിയാൻ പറ്റും. അപ്പം ഇതേപോലെ നിറയെ വെർഷൻസ് ഉണ്ട്. ഗോഡ്സിലേക്ക് പെട്ടെന്ന് ഇവോൾവ് ആവാനും പറ്റും. അപ്പോൾ ഇനി വന്ന് ഗോഡ്സിലയുടെ പവേഴ്സിലോട്ടൊക്കെ നമ്മൾ കിടക്കുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ ഗോഡ്സില ഏജിനെ പറ്റി പറയുന്നത് ഏകദേശം 200 മില്യൺ ഇയേഴ്സോളം ഓൾഡ് ആയിട്ടുള്ള ഒരു ടൈറ്റനാണ് ഗോഡ്സില എന്ന് പറയുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കണം,
ഗോഡ്സിലയുടെ എക്സ്പീരിയൻസ് എങ്ങനെയായിരിക്കും. ഇത് മാത്രമല്ല ഗോഡ്സിലയുടെ ഒരു മെയിൻ പവർ എന്ന് പറയുന്നത് അറ്റോമിക് ബ്രീത്ത് ആണ്. സോ ഇത് വന്ന് വേറെ ലെവൽ പവർഫുൾ ആയിട്ടുള്ള ഒന്നാണ്. സോ ഈ അറ്റോമിക് ബ്രീത്ത് വെച്ച് തന്നെ ഗോഡ്സിലേക്ക് ഒരുമാതിരിപ്പെട്ട എല്ലാ ടൈറ്റൻസിനെയും ഡിഫീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഈ അറ്റോമിക് ബ്രീത്ത് എന്ന് പറഞ്ഞാൽ ഒരു ബ്ലൂ ഫ്ലെയിം എന്ന് വേണമെങ്കിൽ പറയാം. ഭയങ്കര പവർഫുള്ളാണ് ഇത്. ഇവൻ സൂപ്പർമാൻ അവർ തോപ്പിക്കാനായിട്ടൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രത്തോളം ഒരു പവർഫുൾ ആയിട്ടുള്ള ഒന്നാണ് ഈ ഒരു അറ്റോമിക് ബ്രീത്ത് എന്ന് പറയുന്നത്. പിന്നെ വന്ന ന്യൂക്ലിയർ പൾസ് ഗോഡ്സിലയുടെ കൈവശമുണ്ട്. ഇത് മാത്രമല്ല ഗോഡ്സില വന്ന ഒരു ആംഫിബിയസ് ആണ്. അതായത് ഗോഡ്സിലേക്ക് എന്താ പറയുക, അണ്ടർ വാട്ടറിൽ സർവൈവ് ചെയ്യാൻ പറ്റും, ലാൻഡിൽ സർവൈവ് ചെയ്യാൻ പറ്റും. അങ്ങനെ രണ്ടിടങ്ങളിലും ഗോഡ്സിലേക്ക് ജീവിക്കാൻ പറ്റും. ഈവൻ അണ്ടർ വാട്ടറിൻ്റെ ഉള്ളിൽ ഗോഡ്സില വന്ന് ഭയങ്കര പവർഫുൾ ആയിരിക്കും എന്നാണ് പറയുന്നത്. സോ അണ്ടർ വാട്ടറിൽ ഗോഡ്സില തോപ്പിക്കുന്ന കാര്യം ഭയങ്കര കഷ്ടം പിടിച്ചൊരു കാര്യം തന്നെയാണ്. ഇത് മാത്രമല്ല റേഡിയേഷൻ അബ്സോർഷൻ പവർ നമ്മുടെ ഗോഡ്സിലേക്കുണ്ട്. ഏതൊരു എനർജി ആയിരുന്നാലും ഗോഡ്സിലേക്ക് അത് അബ്സോർവ് ചെയ്യാൻ പറ്റും. അതുവഴി ഗോഡ്സിലേക്ക് തൻ്റെ പവറിനെ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. കൂടാതെ തൻ്റെ ബോഡി വന്ന് ഹീൽ ചെയ്യാൻ പറ്റും. പിന്നെ വേറെ ചില പുതിയ എബിലിറ്റീസും ഗോഡ്സിലേക്ക് അതുവരെ എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് വന്ന് ഗോഡ്സിലേക്ക് ഒരു മെയിനായിട്ടുള്ള പവറാണ്. റേഡിയേഷനാണ് ഗോഡ്സിലേൻ്റെ ഒരു മെയിൻ പവർ. ഗോഡ്സിലേക്ക് മാത്രമല്ല എല്ലാ ടൈറ്റൻസിൻ്റെ റേഡിയേഷനാണ് ആവശ്യം. റേഡിയേഷൻ എത്രത്തോളം കിട്ടണോ അതനുസരിച്ച് ഗോഡ്സിലേക്ക് തൻ്റെ പവേഴ്സിനെ ഇൻക്രീസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഇതല്ലാതെ ആക്സിലറേറ്റഡ് ഹീലിംഗ് എബിലിറ്റി നമ്മുടെ ഗോഡ്സിലേക്കുണ്ട്. അതുമാത്രമല്ല അറ്റോമിക് റേസ് ഉണ്ട്, നല്ല ഇൻ്റലിജൻസ് ഉണ്ട്. കൂടാതെ ഈ സ്ട്രെങ്ത്, ഡ്യൂറബിലിറ്റി, സ്റ്റാമിന ഇതെല്ലാം ഗോഡ്സിലേക്ക് വേറെ ലെവലിലിരിക്കും. ഒരടി മതി ഗോഡ്സിലയുടെ മിക്ക ടൈറ്റൻസിൻ്റെ ചാപ്റ്റർ ക്ലോസ് ആവാൻ. ഇതല്ലാതെ റീജനറേഷൻ എബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇതേപോലെ ഒരുപാട് പവേഴ്സ് ഗോഡ്സിലയുടെ കൈവശമുണ്ട്. ഇനി ഗോഡ്സിലയുടെ ആ ഒരു എന്താ പറയുക ഓരോരോ വെർഷൻസിലോട്ട് എത്തുമ്പോൾ ഈ പവേഴ്സൊക്കെ മാറും. അപ്പോൾ അങ്ങനെ പല പവേഴ്സുള്ളൊരു ടൈറ്റനാണ് ഗോഡ്സില. ഇതുകൊണ്ടാണ് ഗോഡ്സിലയെ നിറയെ ടൈറ്റൻസ് പേടിക്കുന്നത്. കാരണം ഇത്രത്തോളം പവേഴ്സ് ഗോഡ്സിലയുടെ കൈവശമുണ്ട്. ഒരു വേറെ ലെവൽ ടൈറ്റനാണ്. ഇനി വന്ന് ഗോഡ്സിലയുടെ വീക്ക്നെസ്സിലോട്ട് വരികയാണെങ്കിൽ ഗോഡ്സിലേക്ക് വന്ന് ഒരു കോൾഡ് വന്നൊരു ചെറിയൊരു വീക്ക്നെസ് എന്നാണ് പറയുന്നത്. അതായത് തണുപ്പ് എന്നൊക്കെ പറയില്ല. അത് മിക്ക ടൈറ്റൻസിൻ്റെ വീക്ക്നെസ്സാണ്. കാരണം ഇപ്പോൾ നിങ്ങൾ കണ്ട മനസ്സിലായി നമ്മൾ കിഡോറെ തന്നെ ഷീമോ ഫ്രീസ് ചെയ്ത് വെച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതായത് ടേറിയുണ്ട്. അപ്പോൾ ഈ ഒരു ഏതെങ്കിലും ഒരു ടൈറ്റൻ ഗോഡ്സിലെ ഫ്രീസ് ചെയ്ത് വെച്ചാൽ അത് കുറച്ച് സീനായിരിക്കും. അതുകൊണ്ടാണ് ഷീമോൻ്റെ ആയിട്ടുള്ള ഫൈറ്റ് ഗോഡ്സിലേക്ക് കുറച്ച് പ്രശ്നമാവാൻ പോകുന്നത്. ഇത് മാത്രമല്ല ഇലക്ട്രിസിറ്റി ഗോഡ്സിലേക്ക് ഒരു ചെറിയ വീക്ക്നെസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഗോഡ്സിലയുടെ പവേഴ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ അടുത്തിനി ഏത് ടൈറ്റനെ പറ്റി വീഡിയോ ചെയ്യണമെന്ന് താഴെ കമൻറ്റിൽ ഒന്ന് പറഞ്ഞേക്കാം. കൂടാതെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടാനും ഉറപ്പായിട്ടും ലൈക്ക് ഒന്ന് ചെയ്തേക്കാം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഗൈസ്.